നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് കേസ്. കേസ് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ബിസിനസ് ഫിലോസഫിയാണ്. നമ്മളുടെ വർക്കിംഗ് പ്രാക്ടീസസും പേഴ്സണൽ എഫിഷ്യൻസിയും കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫിലോസഫിയാണ് കേസൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മസാക്കി ഇമായി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് എക്സ്പേർട്ടിൻ്റെ ബുക്കിലാണ്. കേസൻ ദ കീ ടു ജപ്പാൻസ് കോമ്പറ്റേറ്റീവ് സക്സസ്, ദാറ്റ് ഇസ് 1986. ഇപ്പോൾ ടൊയോട്ട കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കാണ്. അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ കേസൻ ടെക്നിക്കാണ്. അതുപോലെ അമേരിക്കൻ കമ്പനീസൊക്കെ ഒരുപാട് ഇതിൻ്റെ അകത്ത് ആകൃഷ്ടരായിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സിൽ, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കണ്ടിന്യൂസ്ലി ഒരു സ്മോൾ സ്റ്റെപ്പ് എടുക്കുകയും അത് സ്റ്റേബിളായിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ ലോങ് ടേം അങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ആ ക്വാളിറ്റി എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വാളിറ്റി ലെവലിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ കേസൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിൽ, മാനുഫാക്ചറിങ് മുതൽ മാർക്കറ്റിംഗ് വരെയും, അതുപോലെ CEO മുതൽ അസംബ്ലി ലൈൻ വർക്കേഴ്സിന് വരെയും അവരുടെ പേഴ്സണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനും ബിസിനസ് പ്രാക്ടീസസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ കമ്പനി കൾച്ചർ വെയർ എവ്രി വൺ റെഗുലർലി ഇവാലുവേറ്റ് ഇറ്റ്സ് വർക്ക് ആൻഡ് തിങ്സ് ഓഫ് വേസ് ടു ഇംപ്രൂവ് ഇറ്റ്. അപ്പം ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ വർക്ക് എങ്ങനെയാണ് എന്നുള്ളത് സ്വയം ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അത് ഏതൊക്കെ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം അതിനു വേണ്ടി ഒരു സ്മോൾ സ്റ്റെപ്പ് എങ്കിലും ഡെയിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റെഗുലർ ബേസിസിൽ ഒരു സ്മോൾ സ്റ്റെപ്പ് എങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ലാർജ് ഇംപ്രൂവ്മെൻറ്റ്സ് ഓവർ ടൈം. അപ്പം ഓവർ ടൈമിൽ അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. അത് നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റാണ്, അല്ലേ? ഇപ്പം നിങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ചെങ്കിലും ഡെയിലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, റെഗുലർലി അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലാർജ് ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എ സ്ലോ ബട്ട് ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, നോട്ട് എ ക്വിക്ക്ലി ഇംപ്ലിമെൻറ്റഡ് സെറ്റ് ഓഫ് ചേഞ്ചസ്. അപ്പോൾ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു കോൺസെപ്റ്റ് അല്ല ഇത്. റെഗുലർലി സ്ലോ ആയിട്ട് നമ്മൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുവാണ് ഇതിൽ ചെയ്യുന്നത്. The continuous improvement may be made in the quality of product or service or work cycles with greater flexibility and lower cost and lesser wastage. ഇപ്പോൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വർക്കിംഗ് സൈക്കിൾ ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലോവർ കോസ്റ്റ് ആൻഡ് ലെസ്സർ വേസ്റ്റേജ്. നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിൻ്റെ ബേസിൽ റെഗുലർലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ലാർജർ ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേസൻ കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കേസനാണ്. അപ്പം കേസൻ വർക്ക് ചെയ്യുന്നത് ചില പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ സെർട്ടൻ ഗൈഡിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഗുഡ് പ്രോസസ് ബ്രിങ് ഗുഡ് റിസൾട്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പ്രോസസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഔട്ട്പുട്ട് അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, നമ്മൾ സ്വയം നമ്മളുടെ കാര്യങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സീ ഫോർ യുവർ സെൽഫ് ടു ഗ്രാസ്പ് ദ കറൻറ്റ് സിറ്റുവേഷൻ. നെക്സ്റ്റ്, സ്പീക്ക് വിത്ത് ഡേറ്റ ആൻഡ് മാനേജ് ബൈ ഫാക്ട്സ്. എപ്പോഴും നമ്മൾ ഊഹങ്ങളുടെ ബേസിലല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത്. നമുക്ക് കറക്റ്റ് ഡേറ്റ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫാക്ട്സിൻ്റെ ബേസിലായിരിക്കണം കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത്, നോട്ട് ഓൺ ഗസ്സസ്. നെക്സ്റ്റ് വൺ, നമ്മൾ ഒരു പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ബേസിൽ നമ്മൾ ആവശ്യത്തിനുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം ഷുഡ് ഹാവ് ടു ഫൈൻഡ് ടു ടേക്ക് ആക്ഷൻസ്. ദെൻ വർക്ക് ആസ് എ ടീം. ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. നെക്സ്റ്റ്, കേസൻ ഈസ് എവരിബഡീസ് ബിസിനസ്. നമുക്ക് എല്ലാ ബിസിനസ്സിലും അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് കേസൻ എന്ന് പറയുന്ന ഫിലോസഫി. നെക്സ്റ്റ്, ഫേസസ് ഓഫ് കേസൻ. അപ്പോൾ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സൈക്കിളായിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നത് വരെ നമുക്ക് വീണ്ടും നമ്മളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിൾ പോലെയാണ് ഈ കേസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 7 ഫേസുകളാണുള്ളത്.
അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് മനസ്സിലാക്കുക എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. നെക്സ്റ്റ്, അനലൈസ് ദ പ്രോസസ്സ്. അപ്പം നമ്മളുടെ കറൻറ്റ് സിറ്റുവേഷനും നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തുക. നെക്സ്റ്റ്, ഡെവലപ്പ് ആൻ ഓപ്ഷണൽ സൊല്യൂഷൻ. അപ്പം നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യാൻ പറ്റും, അതിനൊരു നമ്മളുടെ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്താണ്, അതിന് നമ്മൾ താൽക്കാലികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. സ്റ്റഡി ദ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡൈസ് ദ സൊല്യൂഷൻ. അപ്പോൾ ആ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. ആ സൊല്യൂഷൻ യൂസ് ചെയ്യുക, അതിനെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. ദെൻ പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ. അപ്പം അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാനിങ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡെയിലി നമ്മൾ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും ഫേസസ് ആണ് കേസണിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എലമെൻറ്റ്സ് ഓഫ് കേസൺ. കേസൺ എന്ന് പറയുമ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചില എലമെൻറ്റ്സ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ടീം വർക്ക്. കേസൺ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്നത് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. സോ ഇറ്റ്സ് എ ടീം വർക്ക്. ദെൻ പേഴ്സണൽ ഡിസിപ്ലിൻ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. പേഴ്സണൽ ഡിസിപ്ലിൻ ഈസ് വെരി എസെൻഷ്യൽ. ദെൻ ഇംപ്രൂവ്ഡ് മൊറൈൽ. നമുക്ക് നല്ലൊരു മൊറയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടത്തുള്ളൂ. അപ്പം നമ്മളുടെ മൊറയിൽ ഇമ്പ്രൂവ് ചെയ്യുക. നെക്സ്റ്റ്, ക്വാളിറ്റി സർക്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പ്രോബ്ലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ക്വാളിറ്റി സർക്കിൾസിൽ ചെയ്യുന്നത്. അത് കേസിൻ്റെ ഒരു എലമെൻ്റാണ്. നെക്സ്റ്റ്, സജഷൻസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ സജഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കേസൺ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിവിഷൻ ഓഫ് കേസൺ പ്രോഗ്രാംസ്. അപ്പം കേസനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ഡിവിഷൻസ് ആണ് കേസണിൽ വരുന്നത്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് കേസൺ. മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് കേസൺ എന്ന് പറയുന്നത്, ഈ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് കേസൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടോപ്പ് അതോറിറ്റീസ് ആണ്, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആണ്. It concentrates on the most strategic and logistic issues and provides the momentum to keep up progress and morale. അപ്പം സ്ട്രാറ്റജിക് ആൻഡ് ലോജിസ്റ്റിക് ഇഷ്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് കേസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ആ മാനേജേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഒരു മൊറയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അവർ വീണ്ടും ആ ഒരു ഇതിലൂടെ പ്രോഗ്രസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മാനേജേഴ്സ് അവരുടെ ടോട്ടൽ ടൈമിൻ്റെ ഒരു 50% എങ്കിലും ജോബ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് കേസൺ. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഓറിയൻറ്റഡ് കേസൺ. ഇത് അപ്ലൈ ചെയ്യുന്നത് ക്വാളിറ്റി സർക്കിൾസിലാണ്. അപ്പം ഇത് ഒരു പെർമനൻ്റ് അപ്രോച്ചാണ്. നമ്മൾ ക്വാളിറ്റി സർക്കിൾസ് നമുക്കറിയാം, വീക്കിൽ ഒരു 1 ഹവറെങ്കിലും ആളുകൾ ഇതുപോലെ ഡിസ്കഷൻസിൽ ഏർപ്പെടണം, അതിനുള്ള സൊല്യൂഷൻസൊക്കെ ഫൈൻഡ് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ക്വാളിറ്റി സർക്കിൾസിൽ അപ്ലൈ ചെയ്യുന്ന കേസിനാണ് ഗോൾ ഓറിയൻറ്റഡ് കേസൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പെർമനൻറ്റ് അപ്രോച്ച് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്വാളിറ്റി സർക്കിൾസ് ആൻഡ് അതർ സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ചെറിയ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലുമൊക്കെ ഈ കേസൺ അപ്ലൈ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് കേസനാണ്. ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് കേസൺ എന്ന് പറഞ്ഞാൽ സജഷൻസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി വർക്ക് ചെയ്യാനുള്ള ഒരു മൊറൈൽ ബൂസ്റ്ററാണ്. അപ്പം ഇൻഡിവിജ്വലി ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ സജഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസിൻ ഡിവിഷനാണ് ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 കേസിൻ്റെ ഡിവിഷൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏരിയാസ് ഓഫ് ആക്ടിവിറ്റീസ്. ഈ കേസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്, ഏതൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതിലൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ഈ കേസ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനകത്ത് 5 ഏരിയാസാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ക്വാളിറ്റി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഏറ്റവും ബെറ്റർ ആക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ എന്ത് സർവീസാണോ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ബെറ്റർ ആക്കുന്നതിന്, നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റ് ബെറ്റർ ആക്കുന്നതിന്, പ്രാക്ടീസസ് ആൻഡ് പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക്
കേസിന് അപ്ലൈ ചെയ്യാം. ദെൻ കോസ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസുകളെല്ലാം കുറയ്ക്കുന്നതിന്, മാൻ പവറിൻ്റെ എക്സ്പെൻസുകൾ കുറയ്ക്കുന്നതിന്, അതുപോലെ മെറ്റീരിയൽസിൻ്റെ യൂസിൽ ഉള്ള എക്സ്പെൻസ് കുറയ്ക്കുന്നതിന്, എനർജി ആൻഡ് റിസോഴ്സസ് ഇതിൻ്റെ എല്ലാം വേസ്റ്റേജ് എല്ലാം മാക്സിമം കുറച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുക, വളരെ എഫിഷ്യൻ്റായിട്ട് അത് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിൽ നമുക്ക് കേസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡെലിവറി. അതായത് ഇപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തേണ്ടവരുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തിക്കുക. പിന്നെ നമുക്ക് പ്രയോജനമില്ലാത്ത ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർത്തിവെക്കുക. അപ്പോൾ അങ്ങനെ ഒരു അനാലിസിസ് നടത്തി നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഡെലിവറിയും ഈ കേസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് കട്ടിങ് ഡെലിവറി ടൈം, മൂവ്മെൻറ്റ് ആൻഡ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡെലിവറി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇംപ്രൂവിങ് പ്രൊസീജിയർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, മൊറൈൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, അഡ്മിനിസ്ട്രേഷൻ, പ്ലാനിങ്, ഫ്ലോ, ഇൻഫർമേഷൻ സിസ്റ്റം, ഡോക്യുമെൻറ്റേഷൻ, റിപ്പോർട്ടിംഗ്, അങ്ങനെ മാനേജ്മെൻറ്റ് കൈവെക്കുന്ന എല്ലാ ഏരിയാസിലും നമുക്ക് ഈ കേസിന് അപ്ലൈ ചെയ്യാം. അതായത് ഗ്രാജുവലി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു ലാർജർ ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് സേഫ്റ്റി മാറ്റേഴ്സിൽ നമുക്ക് ഈ കേസിന് അപ്ലൈ ചെയ്യാം. അതായത് അസാഡസ് ആയിട്ടുള്ള സിറ്റുവേഷൻ കുറയ്ക്കാം, പിന്നെ അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻസ് കുറയ്ക്കാം, റിസോഴ്സുകൾ നശിച്ചു പോകുന്നതിൻ്റെ ചാൻസ് കുറയ്ക്കാം, അതുപോലെ എൻവയോൺമെൻറ്റിന് ഡാമേജസ് ഉണ്ടാകുന്നത് കുറയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ഏരിയാസിലെല്ലാം ഗ്രാജുവലി അത് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റിങ് കേസൻ. ഈ കേസൻ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു സഡൻ ചേഞ്ചിലൂടെ നമുക്കൊരിക്കലും കേസൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ടു ജനറേറ്റ് എ കേസൻ എവറി വൺ ഇൻവോൾവ് മസ്റ്റ് ബിഗിൻ thinking about their work in a new way in terms of now, next and new present condition, desired state and how to reach that state. ഒരു കേസിന് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തുകയും ഇനി എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അപ്പം നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു അനാലിസിസ് നടത്തിയാണ് നമ്മൾ കേസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് 3 സ്റ്റേജസ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻകറേജ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഈ കേസൻ ആക്ടിവിറ്റിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഒരു ട്രെയിനിങ് കിട്ടണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ കിട്ടണം. അത് എസെൻഷ്യലാണ്. ദെൻ ക്വാളിറ്റി ലെവൽ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ബേസിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. അങ്ങനെ ഈ 3 സ്റ്റേജസിലൂടെയാണ് നമ്മൾ കേസിന് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻകറേജ് പാർട്ടിസിപ്പേഷൻ, ദാറ്റ് ഈസ് ഇൻ ദ കേസൻ ആക്ടിവിറ്റീസ്, ദെൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ആൻഡ് ഫൈനലി ക്വാളിറ്റി ലെവൽ ഇമ്പ്രൂവ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്സ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് കേസൻ. അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കേസൻ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത് അതിന് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. നമ്മൾ മിനിമം ഇത്രയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. മെഷറിങ് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ആ ഒരു യൂണിറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് നടത്തുക. മെഷറിങ് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ. ദെൻ കോജ് മെഷർമെൻറ്റ്സ് എഗെയിൻസ്റ്റ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കും. ആ മെഷർമെൻറ്റ്സുകൾ റിക്വയർമെൻറ്റ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് ഒന്ന് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ്, ഇന്നോവേറ്റിംഗ് ടു മീറ്റ് റിക്വയർമെൻറ്റ് ആൻഡ് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഈ റിക്വയർമെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക. ദെൻ സ്റ്റാൻഡർഡൈസ് ദ ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ദെൻ കണ്ടിന്യൂ ദ സർക്കിൾ. നമ്മൾ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിക്ക് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ എത്തുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂ ദ സൈക്കിൾ. ഇത്രയും സ്റ്റെപ്സുകളാണ് നമ്മൾ കേസിനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞതാണ് ഇത് ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ഈ കേസൻ ടെക്നിക്കാണ്. ഇത് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത് ജാപ്പനീസ് ബിസിനസ്സിലൊക്കെയാണ്. ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജാപ്പനീസ് ബിസിനസ്സിൽ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
പിന്നെ അത് മാത്രമല്ല അമേരിക്കൻ ബിസിനസ്സൊക്കെ ഇത് വളരെയധികം ഇതിൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടീച്ചേഴ്സ് ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് വളരെ അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. വളരെയധികം നമുക്ക് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് തന്നെയാണ് കെയ്സൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പിന്നെ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.